ഞാൻ കോഴിക്കോട് ജില്ല വടകര താലൂക്ക് കുന്നമ്മലംശം വട്ടോളി ദേശത്ത് കാരപ്പറ്റ ഭാസ്കരനാണ്. ഞാൻ 21 വർഷം വ്യോമസേനയിലും 21 വർഷം സ്റ്റേറ്റ് ബാങ്കിലും ജോലി ചെയ്ത് 30/6/2002 വിരമിച്ചു. 2 പെൺമക്കളാണ്. മൂത്തയാൾ ഡെന്റിസ്റ്റും രണ്ടാമത്തവൾ ഫിസിയോതെറപ്പിസ്റ്റുമാണ്. ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നാവിന്മേൽ ഒരു വെള്ള നിറത്തിലുള്ള 2-3 സ്ഥലത്ത് കണ്ടു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ചെറുതായി വേദന അനുഭവപ്പെട്ടു. ക്രമേണ ഉപ്പും എരിയും കഴിക്കാൻ പ്രയാസം തോന്നി. ഇളയ മകൾ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ ഡോക്ടറെ കാണിച്ചു. പുരട്ടാനും കഴിക്കാനും മരുന്ന് തന്നു. 2 ആഴ്ച കഴിഞ്ഞിട്ടും വ്യത്യാസം കണ്ടില്ല. ഡോക്ടർ സർജിക്കൽ സ്പെഷ്യലിസ്റ്റിന് റെഫർ ചെയ്തു. അദ്ദേഹം ബയോപ്സി ചെയ്യാൻ എഴുതി. ഞാൻ സമ്മതിച്ചില്ല. മൂത്ത മകൾ മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു MDS ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയി. അദ്ദേഹം ഉപദേശിച്ച മരുന്നുകൾ ഉപയോഗിച്ചിട്ടും വ്യത്യാസം വന്നില്ല. 2 മാസത്തിന് ശേഷം ഞാൻ നാരായണൻ മാസ്റ്ററുടെ ഉപദേശപ്രകാരം മൂത്ര ചികിത്സ ആരംഭിച്ചു. 2 ആഴ്ച കൊണ്ട് ഉപ്പും എരിവും ഉപയോഗിക്കാൻ സാധിച്ചു. 2 മാസം കൊണ്ട് പൂർണ്ണ ഭേദമായി. വെളുത്ത പാടെല്ലാം പോയി അതൊരു കറുത്ത പാടായി മാറി. ഞാനിപ്പോൾ ഒഴിക്കുന്ന മൂത്രം സൗകര്യപ്പെട്ടാൽ ഒരു തുള്ളിയും കളയാറില്ല. മറ്റൊരു അത്ഭുത കാര്യം കൂടി പറയാം. ഞാൻ 3-4 വർഷമായി പ്രമേഹത്തിന് ഇൻസുലിൻ എടുക്കുന്നുണ്ടായിരുന്നു. മൂത്ര ചികിത്സ തുടങ്ങിയ ശേഷം രക്തപരിശോധനയിൽ പഞ്ചസാരയുടെ അളവിൽ കാര്യമായ കുറവ് കണ്ടു. പ്രമേഹത്തിന് ചികിത്സിച്ചിരുന്ന ഡോക്ടറോട് കാര്യം പറഞ്ഞപ്പോൾ ഇൻസുലിൻ ഉടനെ നിർത്തി ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അത്ഭുതമെന്നേ പറയേണ്ടൂ. ഇനി ഇഞ്ചക്ഷൻ വേണ്ട, ഭക്ഷണ ക്രമീകരണം തുടർന്നാൽ മതി, ഇടയ്ക്കൊന്ന് രക്തം പരിശോധിക്കണം, അത്രമാത്രം. ഇല്ലെങ്കിൽ ഇൻസുലിൻ തുടർന്നാൽ ചിലപ്പോൾ മൈനസായി പോകുമായിരുന്നു. ഭാഗ്യം. കാരപ്പറ്റ ഭാസ്കരേട്ടനാണ് നമ്മോട് സ്വന്തം യൂറിൻ തെറാപ്പി അനുഭവം ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം എൻ്റെ നാട്ടുകാരനാണ്. യൂറിൻ തെറാപ്പിയിലൂടെ തന്നെ ബാധിച്ച രോഗം സുഖപ്പെട്ട അനുഭവം നേരത്തെ നമ്മോട് തുറന്നു പറഞ്ഞിട്ടുള്ള എൻ്റെ സഹപാഠിയും കവിയും കലാകാരനുമായ രാജഗോപാലൻ കാരപ്പറ്റയുടെ ജ്യേഷ്ഠ സഹോദരന്മാരിൽ ഏറ്റവും മൂത്ത ആളാണ് ഭാസ്കരേട്ടൻ. വായ്ക്കകത്ത് ചില രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ യൂറിൻ തെറാപ്പിയെക്കുറിച്ച് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ അദ്ദേഹം മറ്റ് ചികിത്സകൾക്ക് പോവുകയും മറ്റ് പലരെയും പോലെ ആജീവനാന്ത ചികിത്സയ്ക്കും ചികിത്സാ ചെലവിനും അതുമൂലമുണ്ടാകുന്ന സൈഡ് ഇഫക്റ്റുകൾക്കുമൊക്കെ വിധേയനാകുമായിരുന്നു. വളരെക്കാലം ചികിത്സിച്ചിരുന്ന പ്രമേഹ രോഗത്തിൽ നിന്നും അദ്ദേഹം മുക്തനായി എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. യൂറിൻ തെറാപ്പി മൂലം തനിക്കുണ്ടായ ഗുണഫലങ്ങൾ പൊതുജനങ്ങളോട് തുറന്നു പറയാൻ അദ്ദേഹം കാണിച്ച ആത്മാർത്ഥതയ്ക്കും സാമൂഹ്യ മനോഭാവത്തിനും വാട്ടർ ഓഫ് ലൈഫ് ഫൗണ്ടേഷൻ കൃതജ്ഞത സസന്തോഷം രേഖപ്പെടുത്തുന്നു. യൂറിൻ തെറാപ്പി സ്വയം പരീക്ഷിച്ചത് മൂലം തനിക്കുണ്ടായ അനുഭവമാണ് ഭാസ്കരേട്ടൻ പങ്കുവച്ചത്. അല്ലാതെ ചികിത്സ ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് UT സ്വീകരിച്ചതല്ല. ശാസ്ത്രീയമായി ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ട ചികിത്സ ഏറെക്കാലം ചെയ്തിട്ട് ഫലിക്കാത്തത് കൊണ്ട് ഒരു പരീക്ഷണം എന്ന നിലയ്ക്കാണ് അദ്ദേഹം പണച്ചെലവും പാർശ്വദോഷങ്ങളും ഇല്ലാത്തതും സ്വയം ചെയ്യാവുന്നതുമായ യൂറിൻ തെറാപ്പി പരീക്ഷിച്ചത്. അതൊരു തെറ്റോ കുറ്റമോ അല്ല, ചെയ്യുന്നവർക്ക് അനുകൂല ഫലം കാണുന്നു എന്നതുകൊണ്ടാണ് മറ്റുള്ളവരോടും ഈ സ്വയം ചികിത്സ പരീക്ഷിക്കാൻ നാം ആവശ്യപ്പെടുന്നത്. നന്ദി.